അപ്പോൾ ആദ്യം അച്ഛനും അമ്മക്കും കൊണ്ട് കൊടുക്കാം. നേരത്തേക്ക് അറിയാം. ആ അച്ഛൻ മീൻ മേടിക്കാൻ പോയി. ഞാൻ മഴയെ തന്നെ പോയി, തോട്ടിലേക്കൂടെ പോയി. റെഡ് ആഗോലിയാ കിട്ടീനി. ഇത് ഭയങ്കര പണി. ചെറിയ ചൂളീന് പുറത്തുനിന്ന് മുറിക്കാൻ കഴിയില്ല, മഴയല്ലേ. മഴയില്ല അച്ഛാ, പറമ്പിലേക്ക് പോയി ഞാൻ അങ്ങോട്ട് നോക്കാൻ വേണ്ടിട്ട്. തെങ്ങിനും കവിനും തടം തുറക്കാനായില്ലേ, ഞാളെ നോക്കാനാ നോമ്പോ അങ്ങോട്ട് പോയിട്ടുണ്ട്. തെങ്ങും തടം തുറന്നിട്ടൊന്നും ഉണ്ടാകും വളരെ. നീ മീൻ മേടിക്കാൻ പോയിനാ? മീനെല്ലാം കിട്ടീനി. ഞാൻ മഴയെ തന്നെ പോയിനി. ആ തോട്ടിൽ എന്ത് വെള്ളാന്ന്. മഴ പെയ്യുമ്പോ അങ്ങനെ എല്ലാ മഴയും ഒപ്പരം പോയി. നീ തോട്ടില് വന്നിനി? തോട്ടിൽ തന്നെ ഞാൻ പറഞ്ഞു എന്ത് വെള്ളാന്നിപ്പത്. എന്ത് തരത്തിലാ വന്നത്? അതിലാകുമ്പോ മുറിയായില്ലേ, പിന്നെ വളഞ്ഞു വരണ്ടേ. നല്ല മഴവെള്ളല്ലേ, നല്ലോണം വെള്ളം കയറി തോട്ടിൽ. എളുപ്പത്തിന് വേണ്ടിട്ടേക്ക് വന്നിട്ടുണ്ടാവില്ല അല്ലേ? അച്ഛാ, ഞാൻ പറമ്പിൽ പോയതാണ്. എന്നിട്ട് തെങ്ങെല്ലാം തടെടുക്കാനായില്ലേ? അല്ലേ, ഭയങ്കര വെള്ളം പറമ്പിലെല്ലാം. വെള്ളം വന്നിനി. എന്താ പറയുന്നേ? കുഞ്ഞിക്കങ്ങിന്റെയാ? അല്ല, പീറ്റേന്റെ. പീറ്റേന്റെയാ? അച്ഛൻ നീർന്ന് കാണുന്നുണ്ടല്ലേ? എന്റെ അച്ഛാ, അടക്കല്ല, അതിന്റെ കൊളച്ചലാന്ന്. കൊളച്ചല് വീണിട്ട് എങ്ങനെ ബാക്കി നിക്കൂലേ ആ സാധനം. അതിന് ഓരോരോ അടക്കിണ്ട്, കാണുന്നുണ്ട് നിങ്ങക്ക്? ഓരോന്നുണ്ടയില്. അച്ഛന്റെ നോട്ടം കിഴങ്ങിന്റെ മുകളിലേക്കാണ് അല്ലെ? അതാ ഒരു കൃഷിക്കാരന്റെ ലക്ഷണം. ഞാൻ മുറിക്കണല്ലേ? വേണ്ട വേണ്ട, എനിക്ക് മുറിക്കൊന്നും വേണ്ട. എന്റെ ഈ ഏതായാലായി. അച്ഛ അമ്മേന്ന് അച്ഛ ഇങ്ങനത്തെ മീൻ മുറിക്കാൻ ഭയങ്കര പണിയാണ്. ഞാനിത് വാങ്ങിപ്പോയി. നാരാട്ടിനാണെങ്കിൽ 2 ചീറ്റങ്ങും കൊടുക്കായിരുന്നു. അതാളെന്നെ വാങ്ങിക്കൊണ്ടുവന്നത്. അച്ഛനാണെന്ന് ഇത് കഴുകട്ടെ. കൈ പിടിക്കാം, നോക്കണേ, വഴുക്കണ്ടേ. ജില്ലിയാ? കുറച്ച് ജില്ലി വാരി കൊണ്ടുവിടാ, അല്ല വഴുക്കും. ഞാൻ അങ്ങോട്ട് വരണ, ശ്രദ്ധിച്ചു പോണേ, വഴുക്കുണ്ട്. ആ ചെരുപ്പ് മറ്റേ ചെരുപ്പല്ലേ, വഴുകി പോവും. നെയ്യുണ്ടാ?
നീല വാങ്ങിനി ഞാനാണ്. അപ്പൊ നമ്മുടെ മീനൊന്ന് നല്ല വൃത്തി കഴുകട്ടോ കേട്ടാ. മീനെല്ലാം കഴുകിയില്ലേ? അപ്പൊ നമ്മുടെ മീനിലെ ഇതാ നല്ല വൃത്തിയുടെ കഴുകി വെച്ചിട്ടുണ്ട്. എങ്ങനെ ആക്കുന്നത്? കുരുമുളക് ഇട്ടിട്ടാ. അപ്പോൾ കുരുമുളക് ഇട്ടിട്ടാണ് ഇന്നത്തെ നമ്മുടെ പാചകം. അപ്പോൾ ഇതിലൊക്കെ ചേർക്കുന്ന ചേരുവ ചെറിയുള്ളി ഉണ്ട്, ഒരു തക്കാളി ഉണ്ട്, കുറച്ച് കറിവേപ്പില, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി അല്ലേ. ഇത് ഇതിലൊക്കെ ഇടുന്നുണ്ട്. ജാറിലേക്ക് ഇട്ടിട്ടൊന്നും തടിക്കണം. ഇതെല്ലാം ജാറിലേക്ക് ഇടുന്നുണ്ടേ. അപ്പോൾ നമ്മുടെ പ്രധാന ചേരുവ കുരുമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ് കൊണ്ടിട്ട് കൊടുക്കുക. വെള്ളയിക്കട്ടെ ഇതില്. അതിന് മല്ലിപ്പൊടി വേണോ? കുറച്ച് കൊഴുപ്പിന് മല്ലിപ്പൊടി ഇടണമല്ലോ. എന്നാ ഇടുന്നാൽ കുറച്ച് മല്ലിപ്പൊടിയേ ഒഴിക്കട്ടെ. നല്ല പറയണേ ഇല്ലയാ ഇല്ല ഒഴിക്കട്ടാ ഇല്ലേ. അപ്പോൾ തീ കത്തിയിട്ടുണ്ട്. പിന്നെ കറിയാ സ്വന്തം അല്ലാണ്ട് വേറെ ആരെങ്കിലും ചട്ടി ഉണ്ടാവുക? ചട്ടിപ്പുറം കൊണ്ടിട്ടാ ഇപ്പം കൊണ്ടിട്ടാ ഇപ്പം കൊണ്ടിട്ടാ ഇപ്പം കൊണ്ടിട്ടാ. ഒരു ചട്ടിയെന്നല്ല കുറെ ചട്ടി ഉണ്ട്. ഇവള് ഈ ചട്ടിയിലാക്കൂലു. നമുക്ക് ഇഷ്ടപ്പെട്ട ചട്ടിയായിരുന്നു. എന്നാ പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കേ. ഇനി നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്താ കളറ് അല്ല കുരുമുളകിൻ്റെ. അരപ്പിന് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. ഉപ്പ് വേണം നോക്കിയിട്ട് ഇടാം അല്ല. ഇനി പുളി ഒഴിക്കാനായ അപ്പം നമ്മുടെ വാളംപുളി വെള്ളമാണേ അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനിപ്പോൾ തന്നെ തിളക്കട്ടെ അല്ലേ. ഓക്കെ തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ മസാല തിളക്കാൻ തുടങ്ങിയിട്ടുണ്ടേ. ഇനി നമ്മുടെ മീനിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കുക. ഓക്കെ എല്ലാ മസാല ഒന്ന് മുങ്ങിക്കിടക്കട്ടെ. ചാറിൽ നല്ല വൃത്തി ഒന്ന് പറ്റി വരട്ടെ. വേവിട്ട് അപ്പോൾ നമ്മുടെ മീൻകറി ഏകദേശം പോകാനായി അല്ലേ. ലേശം ഉപ്പുണ്ടോക്ക്. ഉപ്പ് എരിവ് ഇതെല്ലാം നോക്ക്. പുളി ഒന്നും വേണ്ട ഇല്ലേ. എല്ലാം ഉണ്ട്. രസമുണ്ട്. അവിടെ ചിരി കണ്ടാലും അറിയാം രസമുണ്ട്. അല്ലെ ചിരിക്കൂല. റെഡിയായി. നമുക്ക് നമ്മൾ കുറച്ചുകൂടെ വറ്റട്ടെ. കുറച്ച് നമ്മളെ വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. പച്ച വെളിച്ചെണ്ണ, കുറച്ച് കറിവേപ്പിലയും കൂടെ. അപ്പോൾ ആദ്യം അച്ഛനും അമ്മക്കും കൊണ്ട് കൊടുക്കുക. നേരത്തേക്ക് അറിയായിരുന്നു. അല്ലെങ്കിൽ കുറച്ച് വൈകിക്കോ. ഇതൊക്കെ അറിയാം. അങ്ങോട്ട് എടുത്തേ. ഞാൻ പോന്നിട്ടാ. കാരാട്ടിന് പോവാനായില്ലേ? പോന്നു. എന്നാ പിന്നെ ഞാൻ ഇന്നത്തെ ഊണയിക്കളയോട്ടാ. ഇപ്പോൾ സമയത്തായിട്ടും ഒരു 11:45 ആയിട്ടും. അപ്പോൾ ഇന്ന് എനിക്ക് ഈവനിങ് ഡ്യൂട്ടിയാണ്. അപ്പോൾ നേരത്തെ പോയിട്ട് സംഭവം ബസ് കിട്ടൂല. അതുകൊണ്ട് കഴിച്ചു പോകാൻ വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കറി കുരുമുളക് ചേർത്ത നമ്മുടെ റെഡാഗോലി നോക്കട്ടെ. പിന്നെ ഇവിടെ കടൽക്കറി ഉണ്ട്. ഇത് രാവിലെ ദോശക്കാക്കിയതാണ്. കറി നല്ല ചൂടുണ്ട് കേട്ടോ.
നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ കുരുമുളകിൻ്റെ അടിപൊളി സ്വാദ്. കുരുമുളകിൻ്റെ രുചി ഇഷ്ടപ്പെടുന്ന എനിക്ക് ഇങ്ങനെ ആക്കോട്ടാ. നല്ല നെയ്സ്വാദുണ്ട് കേട്ടോ ഈ മീൻ പൊരിക്കാൻ നല്ലതാണ് കേട്ടോ. കുരുമുളകിൻ്റെ രുചി ഇഷ്ടപ്പെടുന്നവർ ഇതുപോലെ കറിയാക്കിക്കോ, സംഭവം സൂപ്പറാകും. അടിപൊളി. ചൂടായതുകൊണ്ടാണ് ഒരു കഷ്ണത്തിന് പീസ് ഇറക്കി വെച്ചാൽ ചൂടുകൊണ്ട്. ഓക്കെ, ഒരു പീസും കുറച്ച് ചോറും. അടിപൊളി. ഇതാ പീസ്. എന്നാ പിന്നെ ആസ്വദിച്ച് കഴിക്കട്ടോ കേട്ടോ. ഓക്കെ.